നമ്മുടെ വീട്ടിലേക്ക് കറിക്ക് വേണ്ടിയിട്ട് മേടിക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ. അത് മുള വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നടാമെന്ന് വിചാരിച്ചു. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. അതിന് വേണ്ടിയിട്ട് മുള വന്ന ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലിടും. അപ്പോൾ അതാ പ്ലാസ്റ്റിക് ബോട്ടിൽ അടിയിൽ നല്ല ഹോൾസ്, വെള്ളം പോകാനുള്ള ഹോൾസൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ ഈ മുകളിലെ ആ മൂടിയൊക്കെ ഉള്ള ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടാണ്. ഇതുപോലെ ചിരട്ട ഒരു 3 ചിരട്ട ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക ഇതിൻ്റെ അടിയിൽ. പക്ഷെ വലിപ്പമുള്ള ഒരു ചട്ടി, നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വേണ്ട, അല്ലെങ്കിൽ ഒരു നല്ലൊരു ചട്ടിയാണെങ്കിലും മതി കേട്ടോ. ചെടിച്ചട്ടിയാണെങ്കിലും ഇപ്പോൾ നല്ല ഉൾവശമുള്ള ചെടിച്ചട്ടിയാണെങ്കിലും അങ്ങനെ മതി. ചാക്കാണെങ്കിൽ ചാക്കായാലും മതി. എൻ്റെ കയ്യിലിപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുള്ള കാരണം അപ്പുറത്ത് ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മുളച്ച ഇഞ്ചി തന്നെ നടാനെടുക്കണം കേട്ടോ. മുള വന്ന ഇഞ്ചി തന്നെ നടാൻ വേണ്ടിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ മണ്ണിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കരിയിലയിൽ നടുന്ന കാരണം ഇതിലെപ്പോഴും നല്ല നനവും ഇതൊക്കെ നിൽക്കും. അപ്പോൾ ഇഞ്ചി ശരിക്കും പറഞ്ഞാൽ തണലത്താണ് നടേണ്ടത്. അപ്പോൾ ഞാനൊരു തണലായിട്ടുള്ള ഒരു ഭാഗത്ത്, ഒരു ഏരിയയിലേക്കാണ് നമ്മുടെ ഇഞ്ചി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പണ്ടൊക്കെ നാട്ടിൽ ഇഞ്ചി നടുമ്പോൾ ഒരു കാര്യം ചെയ്യുമായിരുന്നു. അതിൻ്റെ മേലെ പൊത ഇടുമായിരുന്നു. അതായത് കരിയില, ഇഞ്ചി നട്ടതിന് ശേഷം കരിയില കൊണ്ട് ഇങ്ങനെ ഫുള്ള് മൂടിയിടും. ഇങ്ങനെ നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേനും ഇതിന് മുള വന്ന് തുടങ്ങും. അപ്പോൾ ഇപ്പോൾ മുള വന്നിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിക്ക്, കണ്ട.